ഗൈസ് ഇപ്പൊ നമ്മളൊരു സർപ്രൈസ് ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും സിജിക്ക് ഉൾപ്പെടെ അറിയത്തേ ഇല്ല പരിപാടി എന്തോ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് ഏത് അക്ഷരമാണോ കിട്ടുന്നത് ആ അക്ഷരത്തിൽ ഒരു 5 സിനിമ പേര് പറയണം. അതാണ് ഗെയിം. 30 സെക്കൻഡ് ഉള്ള ടൈം. ഇല്ലെങ്കിൽ പണിഷ്മെന്റ് കമ്പ് വെച്ചടി. അത് തന്നെയാണ് നമ്മുടെ പണിഷ്മെന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ടോക്കൺ എഴുതി ഇട്ടിട്ടുണ്ട്, അതായത് ഏതൊക്കെ അക്ഷരമാണ്. അപ്പൊ ഈ അക്ഷരം ഓരോരുത്തരുടെ റൗണ്ട് ആകുമ്പോൾ കൊടുക്കും. അപ്പം അവരത് എടുത്തിട്ട് 30 സെക്കൻഡ് കൊണ്ട് 5 സിനിമ പേര് പറയണം. ഇൻ കേസ് പറഞ്ഞില്ലെങ്കിൽ ഞാനായിരിക്കും വടി വെച്ച് അടിക്കുന്നത്. അതാ പറ്റായിരിക്കും. നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ കളിക്കുന്നില്ലല്ലോ ഗെയിം. നിങ്ങൾ 3 പേരല്ലേ കളിക്കുന്നത്. നിങ്ങൾ 3 പേരാണ് കളിക്കുന്നത്. അപ്പൊ ഞാൻ അടിക്കാൻ മാത്രം, പണിഷ്മെന്റിന് മാത്രം നിൽക്കുന്നു. ചേട്ടൻ കളിക്കുന്നില്ല. ഇല്ല അങ്ങനല്ല, ഞാൻ ഗെയിം കളിക്കത്തില്ല. ഞാൻ പണിഷ്മെന്റിന് മാത്രം ഈ വടി വെച്ച് അടിക്കണം. അത് മാത്രം. ഗെയിമിലോട്ട് ആരാ ഫസ്റ്റ്? ഇപ്പൊ കഴിഞ്ഞ വട്ടം നമ്മൾ അസെൻഡിങ്ങിലായോണ്ട് നമുക്ക് അസെൻഡിങ് എന്നായിക്കോട്ടെ. അല്ല ഡിസെൻഡിങ് അല്ലെന്ന്, അസെൻഡിങ് ആണ്. കഴിഞ്ഞ വട്ടം അസെൻഡിങ് ആയിട്ട് ഈ വട്ടം അസെൻഡിങ്. മനസ്സിലായില്ലേ? അസെൻഡിങ് ഓർഡർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആരൊക്കെ? അസെൻഡിങ് ഓർഡറിൽ ആരാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യുന്നുണ്ടോ? അസെൻഡിങ് ഓർഡർ. ഓക്കെ. ഡിസെൻഡിങ് ഓർഡർ തുടങ്ങണമെങ്കിൽ മിച്ചു. അപ്പൊ 1-1 ആയാലും എന്ത് ചെയ്യും? സിജിയുടെ വോട്ടാണ് ഇവിടെ. സിജി എന്തിനും പറ. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് പറ. സിജി പറയുന്ന പോലെ പെട്ടെന്ന് ടൈമില്ല. പറ. ഗൈസ് ഇപ്പൊ സെറ്റ് ആയതാണ്. 30 സെക്കൻഡ്സ് ഓൺ ആയി. അടിക്കാനും റെഡി ആയിരിക്കുകയാണ്. അക്ഷരം ഏതാ? തുറക്ക്. പാ വെച്ചിട്ടാണ് അക്ഷരം. അപ്പൊ നമുക്ക് തുടങ്ങാൻ പോണേ. 3, 2, 1 സ്റ്റാർട്ട്. പറ. 5 പവിത്രം. ഓക്കെ. 25 സെക്കൻഡ്. ക്ലൂ പറ്റത്തില്ല. 15 സെക്കൻഡ്. അതേതോ ഉണ്ടോ? ഓക്കെ. 2 8 സെക്കൻഡ്. മോള് ഭയങ്കര സപ്പോർട്ടാണ്. കഴിഞ്ഞ ഗെയിം മുതല് മോള് ഭയങ്കര സപ്പോർട്ടാണ് അമ്മയ്ക്ക്. ഇവർ രണ്ടൊരു പ്ലാൻഡ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ എനിക്ക് 3 ചാൻസ് ഉണ്ട്. ഈ 3 ചാൻസുകളിൽ ചേച്ചിയുടെ കൈ അടിക്കണം. ചേച്ചിക്ക് അപ്പം കൈയിലോട്ട് അടിക്കണം. അപ്പൊ ചേച്ചിക്ക് വേണേൽ കൈ തിരിച്ച് വലിക്കാൻ പറ്റുമേ. ചേച്ചിക്ക് ഒറ്റവട്ടം വലിക്കാം. എനിക്ക് ആക്ഷൻ ഇങ്ങനെ ഫേക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഒറ്റവട്ടം വലിക്കാവേ. അപ്പൊ ഫസ്റ്റ് എന്റെ ക്യാൻസൽ ആയ. ചേച്ചിക്ക് അപ്പം കൊണ്ടില്ല. സെക്കൻഡ് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഒറ്റ വരി ചേച്ചിക്ക്, ഒറ്റ അടി എനിക്ക്. കൊണ്ടില്ലടാ. കൊണ്ടോ? നീ ലാസ്റ്റ് ചാൻസ്. വെക്ക്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ട്. പറ. സാവച്ച്. പേര് 15 സെക്കൻഡ്. 16 പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ് 5 സെക്കൻഡ്. 4, 3, 2, 1 കഴിഞ്ഞു. സിജിയുടെ പണിഷ്മെന്റ്. സിജി ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റ് കൈ വലിക്കണം. നിനക്ക് വലിക്കാന്ന്. മണ്ടി ഒരു കൈ വലിക്കാം. ചേച്ചി വലിച്ചത് നീ കണ്ടില്ലായിരുന്നു? ഓക്കെ. രണ്ടാമത് കൈ വലിക്കണേ ബാക്കിലോട്ട്. കണ്ടില്ല. അപ്പൊ രണ്ടാമത്തെ ഫ്ലോപ്പായേ. എന്തിനു പറയാനുണ്ടോ? ഇനിയിപ്പോ 3ാമത് ആരാ? ഉന്നെ കൊല്ലാമ വിടമാട്ടേൻ. വാ. നിച്ചു ഏതാ കിട്ടിയിരിക്കുന്നേ?
നിച്ചു മാമ്പഴം അതേത് അല്ലല്ല പടം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് മോഹൻലാലിന്റെ ഒരു പടം ഉണ്ട്. പോട്ടെ അത്ര അവള് മഴവില്ല അതേത് പടം? മഴവില്ല ചാനലില്ല പേരില്ല പടം ഉണ്ടോ? 5 സെക്കൻഡ് കഴിഞ്ഞു. നിച്ചു റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അടി മേടിക്കാനായിട്ട്. നിച്ചു കൈ വെച്ച് വലിക്കാൻ കേട്ടു. മുമ്പേ മണ്ടത്തരം കാണിക്കുന്നു. ഓ വലിച്ചില്ല. പാറ്റിൻ ടാങ്ക് പോലെ ഇരിക്കുന്നു. രണ്ടാമത്തെ അടി. 3 അടി മേടിക്കാനായിട്ട് വന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എടാ കുട്ടപ്പ വലിയ കമ്പിക്കെടുത്ത് ഇത് പുള്ളി കരയുന്നുണ്ട് പുറത്ത് കാണിക്കാത്ത. ഗൈസ് ഇപ്പൊ 30 സെക്കൻഡ് കൊണ്ട് പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകണം. അതായത് 1 മിനിറ്റ് പറയണം. കഴിഞ്ഞ വട്ടം ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ഈ വട്ടം അസെൻഡിങ് ഓർഡർ. എന്നുവെച്ചാൽ അടുത്ത റൗണ്ട് ഡിസെൻഡിങ് ഓർഡർ. ഇമ്പാക്ട് ഒന്നുമില്ല കേട്ടോ, അനക്കൊന്നുമില്ല കേട്ടോ. സന്തോഷമാ. കായാണ് അക്ഷരം. കാ വെച്ച് 1 മിനിറ്റ് സ്റ്റാർട്ട്. കിങ് ഓഫ് കൊത്ത, കണ്ണൂർ സ്ക്വാഡ്. ബാക്കി പറ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. 40 സെക്കൻഡ് 50 സെക്കൻഡ് കൂടെ പറ ആലേക്ക് ബാഹുബലിയെ പോലെ ചിന്തിക്കും. പറ 40 സെക്കൻഡ് ലാസ്റ്റ് 40 സെക്കൻഡ് പറ 1 മിനിറ്റ് ഉണ്ട്. പറ കാക്ക പറന്നു പോകുന്ന കാക്കയുണ്ട്, അല്ലാതെ ഇറങ്ങില്ല. പറ കത്തി 3 കൂടെ നീ 2 കൂടെ വെറും 2 കൂടെ പറഞ്ഞു. പറ ആലേക്ക് 20 സെക്കൻഡ് ലാസ്റ്റ് 20 സെക്കൻഡ്. കാക്ക നിങ്ങൾ പറഞ്ഞ 15 സെക്കൻഡ് 1 മിനിറ്റ് ആയിട്ട് ഒരു ഫലവും ഇല്ല. പറ 8 സെക്കൻഡ് 7 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞു. ഗൈസ് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിജു 3 എണ്ണം പറഞ്ഞു, പക്ഷെ 2 എണ്ണം മിസ്സായിപ്പോയി. അപ്പം പണിഷ്മെന്റ് എന്തായാലും ഉണ്ട്. റെഡി. നിച്ചു പാടില്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ മാറ്റത്തില്ലെന്ന് തോന്നുന്നു. കണ്ണൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല അടി കൊടുക്കണം. എനക്കൊന്നുമില്ല. ആ സെയിം സ്പോട്ടിൽ തന്നെ ഇരിക്കാവേ. 3 അടി അന്നിച്ചു അനക്കൊന്നുമില്ല കേട്ടോ. ആ ചിരി കണ്ടാലേ അറിയാ ഉള്ളിലെ കരച്ചില്. ഏതക്ഷരം കാണിച്ചു. ഓക്കെ കൺമണി. ഓക്കെ ഓർമ്മച്ചപ്പ്. അതേത് പടം? 90s കിഡ്സ് ആയതുകൊണ്ട് അവരുടെ പണ്ടത്തെ പടം നമുക്കറിയത്തില്ല. ഓക്കെ 3 ഓ ബേബി അതാരുടെ പടം? ഓ ബേബി. ഓക്കെ 4 പടം. ഒറ്റ പടം സമയമുണ്ട്. 30 സെക്കൻഡ് കൂടെ. ഇല്ല അങ്ങനെ പടമുണ്ട് എനിക്കറിയില്ല. ഒരിടത്തോ അല്ല അവിടെ കേട്ടോ വേറെ പറഞ്ഞു കുഴപ്പമില്ല. 8 സെക്കൻഡ് ടൈം ചെയ്തിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞു ഒരിടത്തൊരിടത്തുനിന്ന് പടോടെ ഗൂഗിളിൽ നോക്കണം. ആ പടം ഇല്ലെങ്കിൽ ചേച്ചി കടിയുണ്ട്. ആ പടം ഉണ്ടെങ്കിൽ ചേച്ചി രക്ഷപ്പെടും, സേഫ് ആവും. ഗൈസ് ഇപ്പം ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞ പടമില്ല, പക്ഷെ ഒരിടത്ത് എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, മലയാളം പടം. അപ്പൊ അത് കാരണം ചേച്ചി സേഫായി. 5 എണ്ണം പറഞ്ഞ ഒറ്റ വ്യക്തി ജാസ്മിൻ ചേച്ചി. ഗൈസ് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജാസ്മിൻ ചേച്ചി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 പേർക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണ്. ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. തൂവാനത്തുമ്പികൾ ഉണ്ടല്ലോ. ഓക്കെ പറയൂ. സെറ്റ് പറ. ഒരു പടമായി ഇനി 45 സെക്കൻഡ് കൂടെ. തുമ്പോളിക്കടപ്പുറം. ഏത് പടം? ഇതൊന്നും ഞങ്ങൾക്ക് അറിയുന്നൊന്നുമില്ല. 90s 3 പടങ്ങൾ പറഞ്ഞു ചേച്ചി.
അമ്മ രണ്ടെണ്ണം കൂടിയുള്ള അമ്മ 25 സെക്കൻഡ് ഞങ്ങൾക്ക് അറിയാത്ത കുറെ പണത്തിന്റെ കൂളി ചെയ്ത് നോക്കണം അല്ലേ പരിപാടി അഞ്ചെണ്ണമായി ഇതെന്തായാലും ഞങ്ങൾ കൂളി ചെയ്തു ഈ പടം ഉണ്ടോ അല്ല ഞങ്ങളെ പറ്റിക്കുവാണല്ലോ 96 ആയിട്ട് പറയാൻ പറ്റത്തില്ല ഗായ്സ്. അങ്ങനെ ചേച്ചി പറഞ്ഞ പാട്ടുകളെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്തു, സിനിമകളെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്തു. എല്ലാം 1940 1919 എല്ലാം 1940 പടമില്ലായിരുന്നു, സോറി 1960 ശേഷമുള്ള പടങ്ങളാണ് എല്ലാം. പക്ഷെ എല്ലാ പടവും സത്യമാണ്. പണ്ട് പഠിപ്പിക്കാൻ വിട്ടപ്പോൾ എനിക്കത് ഫുൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ടീമായിരുന്നു. വരുത്തൻ ഓക്കെ ഒരു പടം ഓക്കെ പറ 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 പറഞ്ഞെടുക്കില്ലേ അത് പടമായിട്ട് എനിക്ക് അറിയത്തില്ല. പറ 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 വർഷങ്ങൾക്ക് ശേഷം അത് നിച്ചു പറഞ്ഞു കൊടുത്തേ നിച്ചു പറഞ്ഞു കൊടുത്തേ കുഴപ്പമില്ല. ഇനി 24 സെക്കൻഡ് 24 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ് പറ പറ നിച്ചു പറ. രണ്ട് പടമായി നിച്ചു അടി മേടിക്കും ബാക്കി എല്ലാവരും പാസ്സായി പോയിട്ട് പറ എത്ര സെക്കൻഡ് 7 സെക്കൻഡ് വടി റെഡിയാക്കി വടി റെഡിയാക്കുമോ എന്തേലും അടിച്ചടിച്ചിങ്ങനെ അടുത്ത സിജി റെഡിയായി. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരാളോട് ഇടിച്ച് ഓടിക്കുന്നു കണ്ട വഴി ഓടിക്കും. കഴിഞ്ഞില്ല കൈവെക്ക് ഫസ്റ്റ് അടി ഇപ്പൊ ഡിറ്റിന് കിട്ടിയത്. അങ്ങനെ പറ്റത്തില്ല കൈ വെച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ കൈ മാറ്റാൻ പറ്റത്തില്ല. കൈ വെക്ക് ഒറ്റ ട്രൈയേ ഉള്ളൂ മാറ്റാനായിട്ട്. ഞാൻ അടിക്കാതെ ഒറ്റ ട്രൈയേ ഉള്ളൂ. അത് പറ്റത്തില്ല. കിട്ടി. സിജി എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ? നിച്ചു അടിക്കണ്ട ഇല്ലില്ല നിച്ചൂര് അടിക്കാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് നിച്ചു പറ. ഒരു മിനിറ്റ് നിച്ചു ലാസ്റ്റ് ചക്കപ്പഴ എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ പേരാണ്. നിച്ചു 10 അവസാനത്തെ 10 സെക്കൻഡ് ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. എനിക്കൊരെണ്ണം അറിയാം. ലാസ്റ്റ് 10 സെക്കൻഡ് അപ്പൊ അല്ലാതെ പറ ചാവിച്ച് പറ. ചപ്പ് രാവിലെ കോരാനായിട്ട് ആൾക്കാർ വരും, അവരോട് കയറിക്കും. ചെപ്പോ പടമുണ്ടോ? അമ്മ സഹായിക്കുന്നുണ്ട്. ചപ്പല് കടയിൽ പോകുമ്പോ മേടിക്കാം. വേറെ ഇതൊക്കെ ചതിയാണ്. ചതി. എനിക്കാരും സഹായമില്ലായിരുന്നു. ചോക്ലേറ്റ് മൂന്നായി ഇല്ല. പിടിച്ചു മാറ്റി ഡിസ്ക്വാളിഫൈഡ് പറ്റത്തില്ല. എല്ലാം പറഞ്ഞെടുക്കുന്നത് സ്വന്തം മോളെ രക്ഷിക്കാനായിട്ട് ചേച്ചി എന്ത് ചെയ്തു അതായിരിക്കും തന്നേല്. അയ്യോടാ പോട്ടെ ചേച്ചി കാരണം 4 എണ്ണമെങ്കിലും പറഞ്ഞില്ലേ? അല്ല ഒന്നും പറയത്തില്ല. ആണോ? അന്നപ്പത്തേക്ക് കൈവച്ചു. അമ്മ ജയിച്ചു, മോള് തോറ്റു. നിൽക്കുന്നതൊരു വിഷയമുള്ള കാര്യമില്ല. പാറ്റിന്റെ പോലെ നിന്നടിയുണ്ട്. നമ്മൾ അടിക്കാൻ പോവാണ്. അപ്പൊ നിച്ചുന് ഭയങ്കര ധൈര്യശാലിയായിട്ട് ഈ വടി എടുത്താലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണ്. നിച്ചു അങ്ങനെ ഉണ്ട്, ഈ വണ്ടി തന്നെ അടിച്ചാലോ? നിച്ചു കുഴപ്പമില്ല, നിച്ചുന് അടിക്കാൻ പോണേ. ഫസ്റ്റ് അടി കൈ ഫസ്റ്റ് അടി ഈ കമ്പൗണ്ടാണ്. താഴെ ഇങ്ങനെ പറ്റത്തില്ല, തിരിഞ്ഞാ ഫസ്റ്റ് അയ്യോ പേടിയൊന്നുമില്ല കേട്ടോ. ഇത് വെച്ചാണ് അടിക്കാൻ പോകുന്നത്. 1 2 3
സമ്മതിച്ചു കൊടുക്കണം. അപ്പം ഗൈസ് ഇപ്പൊ ഈ ഗെയിം ജയിച്ചിരിക്കുന്നത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ആണ്. മേരാ മമ്മി. പക്ഷെ മോള് തോറ്റുപോയി. മോളിന് റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടിയായിരുന്നു. പുറകിൽ പറഞ്ഞു കൊടുത്തായിരുന്നു. എന്റെ അമ്മ ജയിച്ചേ, എന്റെ അമ്മ ജയിച്ചേ. ഹലോ ഹലോ, എന്റെ അമ്മ ജയിച്ചേ, എന്റെ അമ്മ ജയിച്ചേ, എന്റെ